MBBS പഠിക്കുന്നു. മറ്റേ മോനോ B.Pharm, മോന് CMA, മോളോ മെഡിക്കലിൽ ആയുർവേദിക്കാണ് പഠിക്കുന്നത്. മക്കൾ തീർന്നു, ഒരാൾ കൂടിയുണ്ട്. എന്താ ചെയ്യുന്നത്? +2 കഴിഞ്ഞു. എന്താ പ്ലാൻ? ഓനെ MBBS ആക്കണം എന്നാ വിചാരിക്കണം. ഓക്കെ, നിങ്ങളെ ഏട്ടൻ്റെ മക്കൾ ആ ഒറ്റ മോനെ ഉള്ളൂ. ഓനെന്ത് ചെയ്യുന്നു? ഓന് ഇപ്പോൾ സക്കാഫി പഠിക്കുന്നു. സക്കാഫിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പഠിക്കുന്നു? റസൂലുള്ളാഹിന്റെ ചുണ്ടിൽ നിന്ന് വന്ന ഹദീസുകൾ പഠിക്കുന്നു. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പഠിക്കുന്നു. ഇബ്നു ഹജറയുടെ പേനയിൽ നിന്ന് വന്ന ഇബ്നു ഹജർ തങ്ങളുടെ പേനയിൽ നിന്ന് വന്ന തുഹ്ഫ വായിക്കുന്നു. ഓഹോ, അതിനേക്കാൾ പവർ ലോകത്ത് നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കോഴ്സിനുണ്ടോ? വഅയ്യു ശൈഇൻ അഫ്ളലു മിൻ ത്വലബിൽ ഇൽം. വഅയ്യു ശൈഇൻ അഫ്ളലു മിൻ ത്വലബിൽ ഇൽം. ഇൽമ പഠിക്കുന്നതിനേക്കാൾ പവറുള്ള ഒരു സംഗതി ലോകത്ത് എന്തിനാണുള്ളത്? ഉണ്ടോ? ഇല്ല. അപ്പോൾ മോനെ, ഞാൻ +2 കഴിഞ്ഞ് ഒഴിവാവലായി, ഞാൻ കുറച്ചു കാലേ പഠിക്കുന്നുള്ളൂ, കുറച്ചേ കാലം ദർസോദട്ടെ എന്ന് വിചാരിക്കുന്നതിനെ കുറിച്ച് ഇമാമികൾ എഴുതുന്നു. മോനെ, ഇൽമ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ അനന്തര സ്വത്ത്. അമ്പിയാക്കളുടെ അനന്തര സ്വത്ത് കുറച്ച് കിട്ടിയിട്ട് മതി എന്ന് നിനക്ക് തോന്നരുത്. പൈസ കുറച്ച് കിട്ടിയാൽ നിനക്ക് മതി എന്ന് പറയും. ഇല്ല, കുറച്ചും കൂടി പോരട്ടല്ലേ, ശമ്പളം കൂട്ടട്ടെ. ആ ഉസ്താദിന്റെ ഇഷ്ടം, ആജിക്കാന്റെ ഇഷ്ടം, ബോസിന്റെ ഇഷ്ടം എന്നല്ലേ പറയാം. അതെ, ഇൽമ മതി എങ്ങനെ തോന്നുന്നു? അമ്പിയാക്കൾ ഇവിടെ ബാക്കി വെച്ചത് ദിർഹമോ ദീനാറോ അല്ല. അവർ ബാക്കി വെച്ചത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ ഉലൂമാണ്, ഇൽമാണ്, അറിവാണ്. അത് കുറച്ച് കിട്ടിയിട്ട് മദീന നമുക്ക് തോന്നരുത്. നമ്മുടെ മരണം വരെ ഇൽമ പഠിച്ചുകൊണ്ടിരിക്കണം. ഹജറുൽ മുത്താൻ വേണ്ടിയിട്ട് പുരുഷന്മാർക്കിടയിലൂടെ പെണ്ണുങ്ങളെ ഹജറുൽ അസ്വദിന്റെ അധികത്തേക്ക് തിക്കിലും തിരക്കിലും നിങ്ങൾ പോകില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതിഫലത്തേക്കാൾ വലിയ കുറ്റമായിരിക്കും അതിലൂടെ വന്നു ചേരുക. പുരുഷന്മാർ, ചെറുപ്പക്കാർ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കാം, ഹൈറ്റും വെയിറ്റും ഉണ്ട് എന്ന് വിചാരിച്ച് വൃദ്ധരായ പാവപ്പെട്ട മിസ്കിന്മാരായ ദുർബലരായ ആളുകളെ വകഞ്ഞു മാറ്റി കൈകൊണ്ട്, മുട്ടുകൈകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ട് എന്ത് മുത്തലാണ് നിങ്ങൾ ചെയ്യുന്നത്? അഷ്റഫുൽ ഖൽഖല്ലേ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യനെ വേദനിപ്പിക്കൽ അല്ലാഹുവിന്റെ വിഷമമാണ്. കഅബാലയത്തിന്റെ കല്ലുകളെക്കാളും മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു ബഹുമാനം കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ അത്തരം ദുൽമ ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതില്ലാതെ സന്ദർഭവും സാഹചര്യവും ഒത്തുകിട്ടുകയാണെങ്കിൽ ചെയ്തേക്കണേ. അല്ലാഹു നമ്മുടെ നിയ്യത്തുകൾക്ക് കൂലി തരുന്നവനാണ്. ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടിയിട്ട് പുരുഷന്മാർക്കിടയിലൂടെ പെണ്ണുങ്ങളെ ഹജറുൽ അസ്വദിന്റെ അധികത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സമ്പത്ത് അള്ളാഹു അവന് ഇഷ്ടമുള്ളവർക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. ഫിർഔനിനെ അള്ളാഹുവിന് ഇഷ്ടമല്ല, എന്നാൽ ഫിർഔനിന് സമ്പത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഖാറൂനിനെ അള്ളാഹുവിന് ഇഷ്ടമല്ല, പക്ഷെ ഖാറൂനിന് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. സമ്പത്ത് അള്ളാഹുവിന്റെ ഇഷ്ടമുണ്ട് എന്നതിന്റെ അടയാളമേ അല്ല. എന്നാൽ ദീന് അള്ളാഹു അവന് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇൽമാണ്, ഹുക്മും ഇൽമുമാണ്. ഖുർആനിലും ഹദീസിലുമുള്ള വിജ്ഞാനമാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ മതത്തിൽ അറിവ് നൽകും, മതത്തിൽ വിജ്ഞാനം നൽകും. അതൊരാളുടെ ഖൈറിന്റെ അടയാളമാണ്. ദുനിയാവ് നൽകുമെന്നല്ല പറഞ്ഞത്, മതത്തിൽ അറിവ് നൽകുന്നതാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സമ്പത്ത് അള്ളാഹു